മുഖ്യമന്ത്രിയുടെ ഗൺമാനും പോലീസുകാർക്ക് അധിക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസുകാരെ മർദ്ദിച്ച അംഗരക്ഷകർക്കെതിരെ ആക്രമണ സാധ്യതയെന്ന മുന്നറിയിപ്പുണ്ട്. ആർ അനന്തകൃഷ്ണൻ ചേരുന്നു. അനന്തൻ, അതായത് ഈ നവകേരള യാത്ര തുടങ്ങിയത് മുതൽ തന്നെ നമ്മൾ കാണുന്നുണ്ട് പലതരത്തിലും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമം, അതിനെല്ലാം രക്ഷാപ്രവർത്തനമെന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും സർക്കാരും അടക്കം അതിനെ അങ്ങനെ വിലയിരുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നേരിട്ടിറങ്ങി ഈ പ്രതിഷേധക്കാരെ വടികൊണ്ട് അടിക്കുന്ന അതിക്രൂരമായ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരാൾക്കാണ് ഇപ്പോൾ സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അതിനകത്ത്? സേതുലക്ഷ്മി, ഇന്നലെ ആലപ്പുഴ കൈതവനയിൽ വെച്ചാണ് മുഖ്യമന്ത്രിയുടെ നവകേരള ബസ് കടന്നു പോകുമ്പോൾ KSU പ്രവർത്തകർ കരിങ്കൊടി കാണിക്കുകയും അവരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരും ചേർന്ന് മർദ്ദിക്കുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ ഗൺമാൻ അനിൽ കല്ലൂരിൻ്റെയും എസ്കോർട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വിനോദ്, ഈ രണ്ടുപേരുടെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അടക്കം പ്രചരിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണിപ്പോൾ ഈ രണ്ടുപേരുടെയും വീടുകൾക്ക് പ്രത്യേക സുരക്ഷ നൽകാൻ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് പ്രകാരം മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽ കല്ലൂരിൻ്റെ പേരൂർക്കടയിലെ വീടിനും കല്ലൂരിലെ വീടിനും പ്രത്യേക സുരക്ഷ നൽകണം. അതിനൊപ്പം തന്നെ സന്ദീപിൻ്റെ പൊട്ടക്കുഴി, അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പൊട്ടക്കുഴിയിലെ വീടിനും പ്രത്യേക സുരക്ഷ നൽകണം എന്നുള്ളത് ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഈ വീടുകൾക്ക് സമീപം രാത്രിയിലും തുടർ ദിവസങ്ങളിലും സുരക്ഷ ആവശ്യമാണെന്നും കമ്മീഷണറുടെ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. മാത്രമല്ല, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഈ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാനും ഇവരെ അപായപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയും ഈ ഉത്തരവിൽ കമ്മീഷണർ എടുത്തു പറയുന്നുണ്ട്. അല്പസമയത്തിനകം ഈ വിനോദിൻ്റെ പൊട്ടക്കുഴിയിലെ വീട്ടിലേക്കും അനിൽ കല്ലൂരിൻ്റെ പേരൂർക്കടയിലെയും കല്ലൂരിലെയും വീട്ടിലേക്കും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചും നടക്കാനിരിക്കുകയാണ്. സേതു.